അപ്പോഴേ പഠിക്കാൻ തീരുമാനിച്ച്. വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, എന്നാലും ഞാൻ പറഞ്ഞല്ലോ PSC പഠിക്കാൻ ഇഷ്ടമാണ്. ഡയറ്റീഷ്യൻ കോഴ്സ് അങ്ങനെയൊക്കെ, അതൊക്കെയാണ് എൻ്റെ സ്വപ്നം. ഡയറ്റീഷ്യൻ കോഴ്സ്, സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ്, യൂട്യൂബ്, അതൊക്കെ. ഇതിലിപ്പോൾ എനിക്ക് PSC പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളെന്ന് പറയുന്നത് ടാരോ റീഡിങ്ങും യൂട്യൂബും ആയിരിക്കും. ബാക്കിയെല്ലാം ഒന്ന് സൈഡാക്കിയിട്ട് ഇത് പഠിച്ച് PSCയും പഠിച്ചിട്ട് ജോലി കിട്ടുകയാണെങ്കിൽ അതിന് ശേഷം വേണമെങ്കിൽ ലീവ് എടുത്തോ അല്ലെങ്കിൽ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി കോഴ്സും ഫാഷൻ ഡിസൈനിങ്ങും എല്ലാം പറ്റുമെങ്കിൽ പഠിക്കാം എന്നാണ് ഞാൻ വിചാരിക്കണം. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. പിന്നെ എൻ്റെ വാക്കിന് വില വരണമെങ്കിൽ ഞാൻ ഇൻകം ഉള്ള ആളായിരിക്കണം എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതായത് എനിക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വോയിസ് ഉള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. ഇല്ലെങ്കിൽ ചുമ്മാ ഇരുന്നാൽ മതിയായിരുന്നു. 3 നേരം ഭക്ഷണം കിട്ടും, ഒരു കുഴപ്പമില്ല, ഡ്രസ്സ് കിട്ടും, കിടന്നുറങ്ങാം, ഫോണിൽ ഡ്രാമയും കണ്ട് യൂട്യൂബും കണ്ട് കുറേ ടാരോ റീഡിങ്ങും കണ്ട് ചുമ്മാ ഇരുന്നാൽ മതി. കുറച്ച് ടാരോ റീഡിംഗ് ഒക്കെ ചെയ്ത് ചുമ്മാ ഇരുന്നാൽ മതി. പക്ഷേ പിന്നെ യൂട്യൂബ് ചെയ്യാം. പക്ഷേ ഇതൊന്നും ഈ യൂട്യൂബും ഒക്കെ ഞാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതിൻ്റെ സക്സസ് റേറ്റ് വളരെ ഇതാണെന്ന് എൻ്റെ കാര്യത്തിൽ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ PSC പഠിക്കാം. ഈ PSC പഠിച്ച ഉടനെ ജോലിയോടെ എടുത്ത് വെച്ചേക്കണമെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പഠിച്ച് നോക്കാം, കിട്ടിയാൽ പോകാൻ താല്പര്യം അപ്പോൾ ഉണ്ടെങ്കിൽ പോകാം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം ഇതല്ല. ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞു, എന്നിട്ട് ഞാൻ അത് പ്രൈവറ്റ് ആക്കി, അതുകൊണ്ട് അതിൽ വ്യൂ കയറിയില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ഒരു സ്റ്റേജ് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര ബോറ്. എല്ലാ ദിവസവും രാവിലെ ഉറക്കം എണീക്കുക, രാവിലെ എല്ലാം കുറച്ച് താമസിച്ച് ഉറക്കം എണീക്കുക, അടുക്കള ജോലി ചെയ്യുക, കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, ഉറക്കം എടുക്കുക, യൂട്യൂബ് ഫോൺ കാണുക, വീണ്ടും അടുക്കള ജോലി ചെയ്യുക, കിടന്നുറങ്ങുക. അപ്പോൾ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി ഒന്ന് പുറത്ത് പോയാലോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കണം. വെറുതെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പോകണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോകണം, അല്ലെങ്കിൽ ബ്രദർ കൊണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അവൻ എക്സാം ആയതുകൊണ്ട് പറ്റൂല. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയി കറങ്ങിയിട്ട് വന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കണം. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. പോയി ബുക്ക് സ്റ്റോളിൽ പോയി ബുക്ക് അന്വേഷിച്ചു. ആ ബുക്ക് അവിടെ വന്നിട്ടില്ല, വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്ത് ശാരദ ബുക്ക് സ്റ്റോൾ എന്ന് പറഞ്ഞ് ഈസ്റ്റ് കോട്ടിൽ പഴവങ്ങാടിയിൽ ഒരു ബുക്ക് സ്റ്റോളുണ്ട്, അവിടെയാണ് പോയത്. പിന്നെ അവിടെ നിന്ന് പോയി ഫലൂഡ കുടിച്ചു. ഫലൂഡ അല്ല, ഒരു ഷാർജ ഷേക്ക് സ്ട്രോബെറിയുടെ കുടിച്ചു. ജലദോഷമായിരുന്നു, പക്ഷേ ഞാൻ കുടിച്ചു. എനിക്ക് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിച്ചു. സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കാൻ വിചാരിച്ച് വാങ്ങിച്ചില്ല. ഇവിടെ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ട് വൈകിട്ട് ചായക്ക് കഴിക്കാൻ, പിന്നെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ റംബൂട്ടാനും കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ച് ഒരു ഓട്ടോ പിടിച്ച്, ഓട്ടോയിൽ അങ്ങോട്ട് പോയി ഓട്ടോയിൽ ഇങ്ങോട്ട് വന്നു. ഒരു ഓട്ടോ പിടിച്ച് തിരിച്ചു വന്നു. ഇവിടെ റെസ്റ്റ് എടുക്കുന്നു. കുറച്ച് നേരം കിടന്നിട്ട് പോയി ചായയൊക്കെ ഇട്ട് അങ്ങ് വരും. ചായയൊക്കെ കുടിച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഫുൾ ടൈം നമുക്ക് പഠിക്കാം, അതാണ് നല്ലത്. എക്സാമിൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട്, LSGI. അപ്പോൾ അതിൻ്റെ മെയിൻസിൻ്റെ ബുക്കിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ അങ്ങനെ ഒരു ബുക്ക് വന്നിട്ടേ ഇല്ല, ഇറങ്ങിയിട്ടില്ല, ഉടനെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ.
അപ്പോൾ ഞാൻ വിളിച്ച് നമ്പറുണ്ട് എൻ്റെ കയ്യിൽ, അവിടെ നിന്നാണ് ബുക്ക് വാങ്ങിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചാൽ അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇപ്പോൾ അത് ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ആ എക്സാം വരണത് തന്നെ, നോട്ടിഫിക്കേഷൻ തന്നെ പറഞ്ഞാൽ ഈ വർഷം ഇപ്പോൾ ജൂലൈ ആയതേ ഉള്ളൂ സ്റ്റാർട്ടിങ്, ഫസ്റ്റ് വീക്ക്. ഇനി എക്സാം വരണത് തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്ന് അടുത്ത വർഷം എക്സാം ഉള്ളൂ. പ്രിലിംസും കഴിഞ്ഞ് മെയിൻസിനാണ്. മെയിൻസിൻ്റെ 2 പേപ്പർ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയി ചോദിച്ചത്. കാരണം എനിക്കിപ്പോഴേ പഠിച്ചാലേ അതൊക്കെ കിട്ടുള്ളൂ. പെട്ടെന്നൊന്നും തലയിൽ കയറില്ല. നന്നായിട്ട് പഠിക്കണം. അറിയാമല്ലോ, ഒന്നത് താല്പര്യമില്ല. അതിൻ്റെ കൂടെ അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ കുറേ നല്ല ഡീപ്പായിട്ട് പഠിച്ചാലേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പോയി അന്വേഷിച്ചതാണ്. ഇന്ന് തന്നെ പോകണമായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല, ഒന്ന് പുറത്ത് പോകാൻ മനസ്സ് തോന്നിയുകൊണ്ട് അതിനും കൂടെ വേണ്ടിയിട്ട് ഇതും കൂടെ അങ്ങ് അന്വേഷിച്ചതേ ഉള്ളൂ. പക്ഷേ എത്തിയിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യയുടെ തന്നെ എനിക്ക് ഡിഗ്രി ലെവലിൻ്റെ ഒരു റാങ്ക് ഫയലുണ്ട്, 4 ബുക്കുള്ള ഒരു 5000 പേജെങ്കിലും വരും. തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യം അത് പഠിക്കാം. അത് പഠിച്ച് തീരുമ്പോഴത്തേക്ക് പ്രിലിംസ് ഇങ്ങ് എത്തിക്കോളും. അപ്പോഴത്തേക്ക് മെയിൻസിനുള്ള ബുക്കും ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അങ്ങനെ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോലി കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. ഒരുപാട് പ്ലാനുകളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കിട്ടിയില്ലെങ്കിലും കഞ്ഞി കുടിച്ച് പോകാനുള്ള ഒരു വകയൊക്കെ ദൈവം സഹായിച്ച് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാലും ജോലി കിട്ടിയാൽ കുഴിമന്തി കഴിച്ച് കിടക്കാം, അതാണ് അവസ്ഥ, അതാണ് സാഹചര്യം. അതായത് നമുക്ക് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവാം. മിഡിൽ ക്ലാസ്സിൽ നിന്ന് അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് പോവും, സാമ്പത്തികമായി ഉയരും. പിന്നെ ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും അവരെ പ്രോബ്ലമൊക്കെ കേട്ട് പരിഹരിക്കാനും ഒക്കെ പറ്റണ ഒരു എക്സാമാണ്. ഗസറ്റഡ് പോസ്റ്റിലുള്ള എക്സാമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് പഠിക്കാമെന്നാണ് വിചാരിക്കണത്. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നോക്കാം, പഠിക്കാം, അത്രയേ ഉള്ളൂ. ഇന്നിന് പ്രത്യേകിച്ചൊന്നും വിശേഷങ്ങളില്ല. കുറച്ച് റംബൂട്ടാനും മാങ്ങയൊക്കെ കഴിക്കണ വിശേഷങ്ങൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാം. റംബൂട്ടാൻ അവിടെ ഒരു ബാത്റൂമുണ്ട്, അത് പൊളിക്കുവാണ്. ബാത്റൂം അവിടെ തന്നെ, അത് ആ ഡോർ എടുക്കാനല്ലേ, അവിടെ ബാത്റൂമുണ്ട്. ഒരുപാട് മെമ്മറീസ് ഉള്ള ബാത്റൂമാണ്. അങ്ങനെയല്ല, എന്തൊരു ഡയലോഗാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ, ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ആ വാഴയുടെ ഇടയിൽ അവിടെയാണ് ആ ബാത്റൂം ഉള്ളത്. ഇത് കണ്ടുകൂടാ, അവിടെ അത് പൊളിക്കുവാണ്. ഞാൻ ഫുള്ള് പൊളിച്ചതിന് ശേഷം ഞാൻ അവിടെ പോയി വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ കുഞ്ഞിലെ തൊട്ട് കുളിക്കുന്നതും ബാത്റൂമും ഒക്കെ അവിടെയാണ്. പിന്നെയാണ് ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് മാറിയത്. അപ്പോൾ ഇനി അവിടെ ഒരു കുഞ്ഞു വീടും കൂടെ ഉണ്ട്. അതിനെയും കൂടെ ഇടിച്ച് കളഞ്ഞാൽ കുഞ്ഞുനാളിലെ മെമ്മറീസൊക്കെ മാറുകയാണ്. ഇതാ വീട്, ആ ബ്ലൂ കളറാണ് വീട്. ആ ബ്ലൂ കളർ കാണുന്നുണ്ട്, അതാണ് വീട്. അപ്പോൾ അത് മിക്കവാറും അത് ഇപ്പം ഇടിക്കില്ല. എനിക്ക് ജോലിയൊക്കെ കിട്ടി അവിടെ ഒരു വീട് വെക്കുകയാണെങ്കിൽ അപ്പോഴായിരിക്കും ഇടിച്ച് കളയുക. ഈ വാഴയുടെ ബാക്കിലാണ് ആ ബാത്റൂം. അപ്പോൾ അത് പോവുകയാണ്, ആ ബാത്റൂം ഇടിച്ച് കളയുകയാണ്. പിന്നെ ഞാനത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് മെമ്മറിയൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും പഠിക്കാം. ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. ഞാൻ ഇന്ന് ബുക്കിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ച് പോയി, അവിടെ ബുക്ക് ഇറങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കമാണ്. ഇന്നാണ് തുടങ്ങുന്നത്. ഇടയ്ക്കിടയ്ക്ക് തുടങ്ങും, ഇടയ്ക്കിടയ്ക്ക് നിർത്തും. എന്നാലും ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ പഠിക്കാമെന്ന് വിചാരിച്ചു. അവിടെയായിരുന്നു ആ ബാത്റൂം, കണ്ട ആ ഹോള് പോലത്തെ, അവിടെയാണ് പൊട്ടിക്കണം.